ഹായ് നമസ്കാരം, ഷാഹിറാണ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഒരുപാട് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് കേൾക്കും ഗവൺമെൻറ് തലത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. അത് എത്ര ഫേക്ക് ന്യൂസ് ഉണ്ടെന്നോ എത്ര ഫേക്ക് അല്ലാത്ത ഒറിജിനൽ ഉണ്ടെന്നോ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓരോ പാർട്ടായിട്ട് ഓരോ പേരുകളെക്കുറിച്ചും ഓരോ പാർട്ടായിട്ട് തന്നെ ഒരു സീരീസ് ആയി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൃത്യമായ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് തയ്യാറാക്കി വരുന്നതാണ്. ഓക്കെ, ഇന്ന് ഞാൻ പറയുന്നത് ഹെൽത്ത് ID കാർഡിനെ കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ABHA എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് ID കാർഡ്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID കാർഡ്. ഓക്കെ, വാട്സപ്പിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കുറേ മുന്നേ ഇപ്പോഴും ഒരു നീല കളറുള്ള ഫോട്ടോ ഒക്കെ ബ്ലറായിട്ടുള്ള ഒരു കാർഡ് പ്രചരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എൻ്റെ കാർഡ് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ ബ്ലറാക്കിക്കൊണ്ട് ഈ ഒരു കാർഡ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാർഡ് എന്ത് ചെയ്യും, വാട്സപ്പിൽ ഇങ്ങനെ ഷെയർ അതിൻ്റെ കൂടെ ഒരു വോയിസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കാർഡ് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്നുണ്ട്. പക്ഷേ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് അത് വേറെയാണ്, PMJAY അത് വേറെയാണ്, അതോടൊപ്പം തന്നെ കാരുണ്യ ഇൻഷുറൻസ് അത് വേറെയാണ്. ഇത് ജസ്റ്റ് ഹെൽത്ത് ID കാർഡ് മാത്രമാണ്. ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയാം. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ID കാർഡ് പ്രിന്റ് ചെയ്ത് തരും. സെയിം ID കാർഡ് തന്നെ ഇത് എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ ആശുപത്രി തരുന്ന ആ പർട്ടിക്കുലർ ആശുപത്രിയിൽ മാത്രമുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അവരുടെ സോഫ്റ്റ്വെയറിൽ കയറിയാൽ മാത്രമേ ആ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരു കാർഡ് എന്തിനാ കൊണ്ടുവന്ന് വെച്ചാൽ മെഡിക്കൽ എറേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിനുശേഷം ഒരു വ്യക്തി ഒരു ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി ട്രീറ്റ്മെൻറ്റ് എടുത്തു, തുടർ ചികിത്സയ്ക്കോ മറ്റോ ആവശ്യത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു, അടുത്ത ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ എന്താ 2 പക്ഷേ എന്ന് പറയുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, ഒറ്റ കാര്യമുള്ളൂ. തുടർ ചികിത്സക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് പോകും. എന്നല്ലാതെ ഒരാൾക്കൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അയാളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം പിന്നീട് അതേ കാര്യങ്ങൾ അതേ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും അതിൻ്റെ സിംറ്റംസ് കാണിക്കുകയാണ്, ബുദ്ധിമുട്ട് കാണിക്കുകയാണ്, എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവർക്ക് കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹയർ ആയിട്ടുള്ള മെഡിക്കൽ കോളേജിലേക്കോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കോ അല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ പോകുന്ന സമയത്ത് അവിടെ ഈ കാർഡ് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് തന്നു, അത് നിങ്ങളിപ്പോൾ നിലവിൽ എന്തൊക്കെ ടാബ്ലറ്റ്സ് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവനും ഇതിലുണ്ടാവും. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. മെഡിക്കൽ എറേഴ്സ് വളരെയധികം ക്ലിയർ ചെയ്യുക, കുറക്കുക എന്നുള്ളത് തന്നെയാണ്. കുറക്കാൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിനെ കൊണ്ടുള്ള ഏറ്റവും ഫസ്റ്റത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. നല്ലൊരു ഉദ്ദേശമാണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പറ്റും. നിങ്ങളുടെ ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്ത മൊബൈലും ലിങ്ക് ചെയ്തില്ല, അവർ സ്പോട്ടിൽ തന്നെ ലിങ്ക് ചെയ്തരും ചെയ്യും. ലിങ്ക് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ചെയ്യും, 1-2 ദിവസം കൊണ്ട് ലിങ്ക് ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അക്ഷയ പോകുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിനെ കൊണ്ടുള്ള ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, 5 ലക്ഷം കവറേജ് കിട്ടില്ല. ഇത് ജസ്റ്റ് IPOP കാർഡ് മാത്രമാണ്, ഹെൽത്ത് ID കാർഡ് മാത്രമാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഓക്കെ, അന്ന് ഞാൻ വരും ഇതുപോലെ ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ കൃത്യമായി എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.